ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അനേക ദൈവമക്കൾ വിവിധ ഭാഗത്തിരുന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട മാറ്റമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട സത്യവചനത്തിൻ്റെ മുമ്പിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം രേഖപ്പെടുത്തുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആലോചനാ വിഷയമായി 2 തെസ്സലോനിക്ക 1 അധ്യായം 3 വാക്യം, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ചിന്ത. തെസ്സലോനിക്ക സഭയോട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനായ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, കേൾക്കാൻ പോകുന്ന വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിലൊരു അനുഗ്രഹമാകണം. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയും ധൈര്യവും ഈ വചനം കൊടുക്കുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ചില വർധനവിനെക്കുറിച്ച് ചുരുങ്ങിയ ചില നിമിഷത്തിനുള്ളിൽ ദൈവമക്കളുമായി ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വർധനവ് ഇന്ന് ലോകത്തിൽ ആവശ്യമാണ്. പക്ഷേ പല മനുഷ്യരും പലതും വർദ്ധിപ്പിക്കാനായി ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പണം വർദ്ധിപ്പിക്കുവാനായി പരക്കം പായുന്നവരാണ് ഭൂരിപക്ഷവും നമ്മുടെ ചുറ്റുപാട് കാണുന്നത്. സ്ഥാനമാനങ്ങൾ വർദ്ധിച്ച് കിട്ടാൻ, സമ്പത്ത് വർദ്ധിച്ച് കിട്ടാൻ, പദവി വർദ്ധിച്ച് കിട്ടാൻ, ജഡമോഹങ്ങളുടെ വർധനവിനായി മനുഷ്യൻ വർധനവിന് വേണ്ടി പരക്കം പായുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. എങ്ങനെയാണ് വർദ്ധിപ്പിച്ച് കിട്ടേണ്ടത്? വർദ്ധിപ്പിച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ വർദ്ധിപ്പിച്ച് കിട്ടണം? എങ്ങനെയും അത് അധികമായി കിട്ടണം. എന്ത് ഉണ്ട് എന്നുള്ളതല്ല, ഉള്ളത് അധികമായി കിട്ടണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വർധനവിൻ്റെ വളരെ വലിയ ഒരു കാലഘട്ടത്തിൽ വർധനവിൻ്റെ ആഗ്രഹത്തോടെ വർദ്ധിപ്പിക്കണം. അതിൻ്റെ ആകാംക്ഷ, എങ്ങനെയും എന്തും കൊടുത്തിട്ടും വർദ്ധിപ്പിക്കണം. സ്ഥാനമാനങ്ങൾ എങ്ങനെയും പിടിച്ചു നിർത്തണം. ആരെ ഉപദ്രവിച്ചിട്ടായാലും ആരെ വശീകരിച്ചിട്ടായാലും എൻ്റെ സ്ഥാനങ്ങൾ എനിക്ക് നിലനിർത്തണം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു അടി കൂടി ഞാൻ സ്ഥാനമാനത്ത് മുമ്പിൽ ആയിരിക്കണം. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാങ്ക് ബാലൻസിനേക്കാൾ ബാലൻസ് വർദ്ധിച്ചിരിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ എൻ്റെ ആരോഗ്യം വർദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ എൻ്റെ സൗന്ദര്യം വർദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ എൻ്റെ വീടിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ എൻ്റെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. വർധനവിൻ്റെ ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ വാചകം, പൗലോസിൻ്റെ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. യു ഡെവലപ്പ് യുവർ ബിലീഫ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കണം. തെസ്സലോനിക്ക സഭയോട് വ്യക്തമായി പറയുന്നത്, പലതും വർദ്ധിക്കുവാൻ നിങ്ങൾ ഒരുക്കം കൂട്ടുമ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ലോകത്തെ അല്ല, ലോകത്തിൻ്റെ ഇമ്പങ്ങളെയും അല്ല നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഇതാണ് നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത്. നിങ്ങൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എൻ്റെ കർത്താവ് ഞാൻ വിശ്വസിക്കുന്നത് പോലെ എനിക്കൊരു മണിമാളിക, എനിക്ക് കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും നനയ്ക്കാത്ത വലിയ രക്ഷ സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന വിശ്വാസം, ആ ഒരു ഉറപ്പ് ദൈവമക്കൾക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാണ് വിശ്വാസം. ഒരു വലിയ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഞാൻ കണ്ടിട്ടില്ല സ്വർഗത്തിലെ വീട്, ഞാൻ അറിഞ്ഞിട്ടില്ല സ്വർഗത്തിൻ്റെ വീടിൻ്റെ സൗകര്യങ്ങൾ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും കാണാത്ത കാര്യങ്ങളിൽ എനിക്കൊരു നിശ്ചയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കി പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്താൻ ഞാൻ മടങ്ങി വരുമെന്ന് കൽപ്പിച്ചിട്ടുള്ള കർത്താവിൻ്റെ വചനത്തിൽ സത്യമായും അത് വിശ്വസിക്കുക.
കാണാതെ വിശ്വസിക്കുക. അതാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ ഏറ്റവും വലിയ ശുശ്രൂഷ. കാണാതെ വിശ്വസിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ കാണാത്ത ഒരു നിശ്ചയമാണ്, വാസസ്ഥലങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം നിർബന്ധമായും വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയും. മാർത്തയോട് യേശു പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയുമെന്നാണ്. ശരിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. വിശ്വസിക്കണം. എൻ്റെ ദൈവമാണ്, എനിക്കത് കിട്ടും എന്നൊരു വിശ്വാസം ആവശ്യമാണ്. പക്ഷേ അമിതമായിരിക്കുന്ന, ഒരിക്കലും നമുക്ക് അർഹതയില്ലാത്ത കാര്യം കിട്ടുമെന്ന് വിശ്വസിക്കരുത്. അതല്ല, എനിക്ക് അർഹതയുള്ളത്, എനിക്ക് എടുക്കാൻ കഴിയുന്നത്, എനിക്ക് വഹിക്കാൻ കഴിയുന്നത് എൻ്റെ ദൈവം എനിക്ക് തരും എന്ന് വിശ്വസിക്കണം. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അത് വേദപുസ്തകത്തിനകത്ത് വെച്ചിട്ട് എനിക്ക് 1 കോടി രൂപ അടിക്കും എന്നുള്ള വിശ്വാസമല്ല വിശ്വാസം. മറിച്ച് എൻ്റെ ദൈവത്തിന് എൻ്റെ ആവശ്യങ്ങൾ അറിയാം, എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തിനറിയാം, അവൻ എന്നെ സഹായിക്കും. ഇതാണ് വിശ്വാസം. നിനക്ക് സഹിക്കാനും നിനക്ക് താങ്ങാനും കഴിയുന്നതേ നിനക്ക് ദൈവം തരൂ. അത് നീ വിശ്വസിക്കണം. ഏതെങ്കിലും രോഗം വരുമ്പോഴേക്കും, ഭാരം വരുമ്പോഴേക്കും, പ്രയാസം വരുമ്പോഴേക്കും ഞാൻ തകർന്നു പോയി, ദൈവം എന്നെ തകർത്തു, എനിക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല, ഞാൻ ആകെ തോറ്റുപോയി എന്നല്ല. എൻ്റെ ദൈവം എന്നെ തകർത്ത് കളയുക ഇല്ല. എനിക്ക് ആവശ്യമുള്ളതേ അവൻ തരത്തുള്ളൂ. ചില ആളുകൾ വിചാരിക്കുന്നത്, എൻ്റെ ദൈവമേ എനിക്ക് ഇത്രയും കിട്ടിയാൽ മതിയോ, ഞാൻ എത്ര വർഷം കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇത്രയല്ലേ സാധിച്ചുള്ളൂ, എനിക്ക് 2-3 പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ പോലും സാധിച്ചില്ലല്ലോ. അങ്ങനെ ഒത്തിരി പരാതികളാണ്. അങ്ങനെയല്ല, നിനക്ക് ദൈവം, നിനക്ക് വഹിക്കാവുന്നത് ദൈവം തരും. ഞാനൊക്കെ ചെറുപ്പത്തിൽ അമ്മച്ചിയുടെ കൂടെ കൊയ്യാനായിട്ട് പാടത്ത് പോകുമ്പോൾ മൂത്ത സഹോദരങ്ങളുടെ കയ്യിലേക്ക് അമ്മ 3-4 ചുരുട്ട് തലയിൽ കെട്ടിവെച്ച് കൊടുക്കും. നേരെ മറിച്ച് എനിക്ക് ആ സമയത്ത് ഒരു ചുരുട്ടേ എൻ്റെ തലയിൽ, ഒരു കെട്ടേ എൻ്റെ തലയിൽ, ഒരു കറ്റ മാത്രമേ എൻ്റെ തലയിൽ വെക്കത്തുള്ളൂ. 4 കറ്റ പ്രിയപ്പെട്ട പെങ്ങളുടെ അഥവാ സഹോദരിയുടെ കയ്യിൽ തലയ്ക്ക് 4 കറ്റ അമ്മ വെച്ച് കെട്ടിക്കൊടുക്കും, കൊണ്ടുപോയി മെതിക്കളത്തിലിടാൻ പറഞ്ഞ്. എൻ്റെ തലയിൽ അമ്മ 1 കറ്റ മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ എനിക്ക് അമ്മയുടെ നീരസമാണ്. അമ്മ സഹോദരിയുടെ തലയിൽ 4 കറ്റ കൊടുത്തല്ലോ, എനിക്ക് 1 കറ്റയല്ലേ തരുന്നുള്ളൂ, ഇതെന്തമ്മയാണെന്നൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. എൻ്റെ അമ്മയ്ക്കറിയാം സഹോദരിക്ക് 4 കറ്റ ചുമക്കാനുള്ള കഴിവും ശേഷിയും ആരോഗ്യമൊക്കെ ഉണ്ട്. എനിക്ക് പ്രായമില്ല, 1 കറ്റ പോലും സത്യത്തിൽ ചുമക്കാനുള്ളതായിരിക്കുന്ന ആരോഗ്യം എനിക്കില്ലെങ്കിലും എന്നെ നിർബന്ധം കൊണ്ട് 1 കറ്റ തന്നതാണ്. 2 കറ്റ തന്നാൽ ഞാൻ അവിടെ വീഴുമെന്നുള്ള സത്യം എനിക്കറിയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതേ ദൈവം തരത്തുള്ളൂ, നിങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നതേ ദൈവം തരുന്നുള്ളൂ. അത് നിങ്ങൾ വിശ്വസിക്കണം. കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായി ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇതാണ് വിശ്വാസം. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും, ഇതെല്ലാം ഇല്ലാതെ ആയിരുന്നാലും സ്വർഗത്തിലെ ദൈവം എനിക്കൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ഇത് വിശ്വസിക്കണം. ഇത് ദൈവമക്കളുടെ വിശ്വാസമാണ്. അപ്പോൾ ഒന്നാമത്തെ ചിന്തയിൽ ഞാൻ വേഗത്തിൽ പോട്ടെ. നിങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണം. സന്തോഷമാവും വിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ. കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായി ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടല്ലോ എന്ന അടിയുറച്ച വിശ്വാസം നിങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കും, മുഖപ്രസന്നതയെ വർദ്ധിപ്പിക്കും, ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും, കുടുംബത്തിൽ എല്ലാ സ്വസ്ഥതയും വർദ്ധിപ്പിക്കും. 2 തെസ്സലോനിക്ക 1-3 തന്നെ രണ്ടാമത്തെ വർധനവെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 തെസ്സലോനിക്ക 1:3 പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കണം. ഇന്ന് ഇല്ലാത്തതൊന്ന് സ്നേഹമാണ്. പരസ്പര സ്നേഹം വളരെ കുറഞ്ഞുപോയി. എല്ലാവർക്കും അവനോനിസം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അവനവൻ്റെ കാര്യം മാത്രം. വേറെ നാട്ടുകാരുടെ കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റു വേദനിക്കുന്നവരുടെ കാര്യത്തിലോ സഹോദരന്മാരുടെ കാര്യത്തിലോ അപരന്മാരുടെ കാര്യത്തിലോ ഒട്ടും നമുക്ക് ശ്രദ്ധയില്ല. അവരെ സ്നേഹിക്കുന്ന വിഷയമേ ഇല്ല. നാം നമ്മെ തന്നെ സ്നേഹിക്കുകയാണ്. നമ്മെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ആ സ്നേഹം പ്രകടമല്ല. അത് വേറെ ആൾക്ക് അനുഭവയോഗ്യമാകാൻ പറ്റുകയുമില്ല. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക, ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ഞാൻ ശരിയായവണ്ണം ഉറങ്ങുക, എനിക്ക് എല്ലാ വിധത്തിലും ഉയരുക, ഞാനല്ലാതെ വേറെ ആളില്ല. അതൊരിക്കലും പ്രിയപ്പെട്ടവരെ സ്നേഹമല്ല. സ്നേഹം മറ്റുള്ളവരുടെ വേദന അറിയുമ്പോൾ അവനെ സ്നേഹിക്കുകയാണ്. മറ്റുള്ളവനെ സഹായിക്കാൻ പറ്റുമ്പോൾ അവനെ സ്നേഹിക്കുകയാണ്. സ്നേഹം ചീർക്കുന്നില്ലെന്ന് ഓർത്തോണം. സ്നേഹം നെഗളിക്കുകയല്ല. സ്നേഹമെന്ന് പറയുന്നത് ഒരു ചിലമ്പല്ല, ഒരു അലങ്കാര വസ്തുവല്ല.
അത് വളരെ വ്യക്തമായി ദൈവമക്കൾ ഓർത്തോണം. അത് നിർവ്യാജമായ സ്നേഹമായിരിക്കണം. യേശു പറഞ്ഞ കൽപ്പന, ഒരു പുതിയ കൽപ്പന എനിക്ക് തരാനുണ്ട്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളതാണ് എൻ്റെ പുതിയ കൽപ്പന. മറ്റെല്ലാ കൽപ്പനയേക്കാൾ വലിയ ഒരു കൽപ്പനയാണ് യേശു തന്നത്. പരസ്പരം സ്നേഹമായി കാണണം. മറ്റൊരുത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമായി കാണണം. അവനവൻ ആത്മശരീരത്തിൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖമായി വരണം. അതാണ് സ്നേഹം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരണം. നിങ്ങൾ നിങ്ങളുടെ സുഖത്തിനായി ചെയ്യുമ്പോൾ, നിങ്ങളുടെ സ്വസ്ഥതയ്ക്കായി ചെയ്യുമ്പോൾ, നിങ്ങളുടെ വളർച്ചയ്ക്കായി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരുത്തിനും അത് സുഖമായി വരണം. മറ്റൊരുത്തിനത് പ്രയോജനമായിട്ട് വരണം. സ്നേഹിക്കണം. പരസ്പര സ്നേഹം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹമില്ലെങ്കിൽ വളരെ 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 ഒരു അത്ഭുതമായിട്ട് ഞാൻ പറയട്ടെ, സ്നേഹം ഇല്ലാത്ത മനുഷ്യൻ മൃഗമാണ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തോട് തുല്യൻ. മറക്കാതിരിക്കുക, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തോട് തുല്യനാണ്. സ്നേഹമില്ലാത്തവൻ മൃഗമാണ്. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ആ ഭർത്താവ് ഭാര്യയുടെ കർത്താവിനെ പോലെയുള്ള സ്ഥാനത്ത് നിൽക്കുന്നു. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ശരിക്കും ഭർത്താവിൻ്റെ ശരീരമായി നിലനിൽക്കുന്നു. മക്കൾ പരസ്പരം അന്യോന്യം സ്നേഹിക്കുക. കുടുംബത്തിൽ ഒരു സ്വർഗീയ സന്തോഷമുണ്ടാകും. സ്നേഹം കൊണ്ട് നേടുന്നത് അസൂയയുടെ മരണമാണ്. സ്നേഹം എവിടെ ഉണ്ടോ അവിടെ സ്വാർത്ഥത മരിച്ചു പോകും. സ്നേഹം എവിടെ ഉണ്ടോ അവിടെ ദുഃഖം ഇല്ലാതായിത്തീരും. സ്നേഹം പ്രവർത്തിക്കുന്നിടത്തെല്ലാം ഭിന്നത മാറിക്കിട്ടും. ഞാൻ പറയുന്നത് വിലപ്പെട്ടതാണ് സ്നേഹം. അർഹിക്കാത്തവർക്ക് കൊടുക്കുന്ന സ്നേഹമാണ് ശരിയായ സ്നേഹം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് സ്വാഭാവികം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും ഭർത്താവിനെയും സ്നേഹിക്കുന്നത് സ്വാഭാവികം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ സ്നേഹിച്ചാൽ ആ സ്നേഹം സ്നേഹമാണ്. വേദനിക്കുന്നവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവനോടുള്ള സ്നേഹം പ്രകടമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സ്നേഹം വർദ്ധിപ്പിക്കണം. ഇന്ന് സ്നേഹമേ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്നേഹമെന്ന വാക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റേതായ ശരിയായ അർത്ഥത്തിൽ നിന്നും മൈലുകൾ അപ്പുറത്താണ് ആ വാക്ക് പോലും. എല്ലാവരും സ്നേഹം നിറഞ്ഞ അച്ഛന്, സ്നേഹം നിറഞ്ഞ അമ്മ അറിയാൻ, സ്നേഹം നിറഞ്ഞ മകൻ അറിയാൻ, അങ്ങനെയാണ് എഴുത്ത് തുടക്കം. ഒരെഴുത്തയക്കുമ്പോൾ തന്നെ സ്നേഹിക്കപ്പെട്ട, കർത്താവിൽ സ്നേഹിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ഇന്നയാൾ അറിയുവാൻ എന്നാണ് എഴുത്തിൻ്റെ തലക്കെട്ട്. അതിൻ്റെ പ്രതിപാദ്യമോ സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും അതിനകത്തുണ്ടാകത്തില്ല. പിടിവാശിയുടെ ശബ്ദങ്ങൾ, വെല്ലുവിളിയുടെ ശബ്ദങ്ങൾ, പരാതിയുടെ ശബ്ദങ്ങൾ, കൊടുക്കാനുള്ളത് കൊടുക്കാത്തതിൻ്റെ വിദ്വേഷങ്ങൾ, കൊടുത്തു തീർക്കേണ്ടത് കിട്ടാത്തതിൻ്റെ ദേഷ്യം. എഴുത്തിൻ്റെ ഉള്ളടക്കം മുഴുവൻ സ്നേഹത്തിന് വിരോധമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, അത് കൊള്ളാമോ, അത് ശരിയായോ, ഞാൻ സഹിച്ചു എന്നേ അല്ലേ ഉള്ളൂ, ഞാൻ ക്ഷമിച്ചു എന്നേ അല്ലേ ഉള്ളൂ. ഇതൊക്കെയാണ് എഴുത്തിൻ്റെ ഉള്ളടക്കം. ഹെഡിങ്ങോ സ്നേഹം നിറഞ്ഞ ചേട്ടന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതെന്ത് സ്നേഹമാണ്? നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം വർദ്ധിപ്പിക്കണം. ആത്മാർത്ഥതയുള്ള സ്നേഹം നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഞാൻ അടുത്ത കാര്യത്തേക്ക് പോകുന്നു. ഒന്ന്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കണം. മൂന്നാമത്തെ പ്രത്യേകത എന്ത് വർദ്ധിപ്പിക്കണം? 2 കൊരിന്ത്യർ 10-8 വാക്യം. നിങ്ങളുടെ സൽപ്രവർത്തികൾ വർദ്ധിപ്പിക്കണം. ശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവമക്കൾ, സ്നേഹം വർദ്ധിപ്പിച്ച ദൈവമക്കൾ സൽപ്രവൃത്തി വർദ്ധിപ്പിക്കണം. നല്ല പ്രവൃത്തിയായിരിക്കണം ദൈവമക്കൾ ചെയ്യുന്നത്. പ്രവൃത്തി മറ്റുള്ളവന് പ്രയോജനമായിരിക്കണം. പ്രവൃത്തി മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. നമ്മുടെ പ്രവൃത്തി നിമിത്തം ഒത്തിരി പേര് അനുഗ്രഹം പ്രാപിക്കണം. നമ്മളുടെ ചൈതന്യം മറ്റുള്ളവർക്ക് ഗുണമായിരിക്കണം.
നമ്മളുടെ സാമീപ്യം മറ്റുള്ളവരെ അനുഗ്രഹമാക്കുന്നതായിരിക്കണം. സൽപ്രവർത്തികളാണ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരുത്തൻ അനുഗ്രഹിക്കപ്പെടണം. പ്രവൃത്തി നന്നായിരിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. പ്രവർത്തിക്കുന്നത്, നന്നായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ പാപിനിയായ ഒരു സ്ത്രീ സ്വച്ഛത മാംസം തൈലം, സുഗന്ധ തൈലം ഒഴുക്കിയപ്പോൾ പലരും കണ്ടു നിന്നവർ, എന്തിനാണ് ഈ അധിക ചെലവെന്ന് ചോദിച്ചു യൂദാ, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്താലോ, 300 വെള്ളിക്കാശിൻ്റെ വകയുണ്ടല്ലോ. യേശു എന്താ പറഞ്ഞത്? ദരിദ്രന്മാർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്, അതല്ല ഇവിടുത്തെ വിഷയം. അവൾ എങ്കിൽ ചെയ്തത് നല്ല പ്രവൃത്തിയാണ്, സൽപ്രവൃത്തിയാണ്. എന്താണ് സൽപ്രവൃത്തി? യേശു ക്രിസ്തുവിൻ്റെ കാൽപാദം ചുംബിക്കുന്നതാണ് സൽപ്രവൃത്തി. യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് സൽപ്രവൃത്തി. അവൻ്റെ കാൽപാദത്തിൽ ചുംബിച്ച് കണ്ണുനീര് കൊണ്ട് കാൽപാദം കഴുകി മുടി കൊണ്ട് തുടയ്ക്കുകയാണ് ആ സ്ത്രീ ചെയ്തത്. രാത്രികാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, സൽപ്രവൃത്തി എന്നാൽ എന്താണ്? സൽപ്രവൃത്തി എന്നാൽ എന്താണ് മനസ്സിലാക്കുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ മകനും മകളുമായി തീരുക, നമ്മുടെ പാപം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തൃപ്പാദങ്ങളിൽ ഒഴുക്കിക്കളയുക. തൻ്റെ ലംഘനത്തെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതാണ് സത്യത്തിൽ സൽപ്രവൃത്തി. നല്ല പ്രവൃത്തി ചെയ്യാൻ സാധിക്കണം. അയൽവാസികളുടെ കോഴി നമ്മുടെ കുടിയിലോ പറമ്പിലോ കടന്നു വന്നാൽ അതിനെ എറിഞ്ഞ് കൊന്ന് അല്ലെങ്കിൽ കാലൊടിച്ച് കളയുന്ന പ്രവൃത്തികളാണെന്ന് പലരുടെയും ഞാൻ കാണുന്നത്. സൽപ്രവൃത്തിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞൊരു മനുഷ്യൻ, സ്വാർത്ഥനായൊരു മനുഷ്യൻ അയൽവാസികളോട് പറഞ്ഞു, എൻ്റെ പാടത്തേക്ക് നിങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങളെ, താറാവിനെ അഴിച്ച് വിടരുത്. ആളുകൾ ചോദിച്ചു, ചേട്ടാ കൊയ്ത്തൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ വല്ല പ്രയോജനമുണ്ടോ? ഇനി ഏതെങ്കിലും കോഴിയോ പിന്നെ താറാവോ അവിടെ വീണ് കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന, പ്രയോജനമില്ലാത്ത ആ ചേറിൽ ആണ്ട് കിടക്കുന്ന ഒരു നെൽവിത്തോ നെൽമണിയോ കൊത്തി തിന്നാൽ നിങ്ങൾക്കെന്താ നഷ്ടം? ആ മനുഷ്യൻ പറഞ്ഞു, അത് സാധ്യമല്ല, അങ്ങനെ പോകുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ, എങ്കിലും നിങ്ങളുടെ പക്ഷികളൊന്നും എൻ്റെ പാടത്ത് കയറരുത്. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, നാളെ കോഴിയെ അഴിച്ചു വിട്ടാൽ, താറാവിനെ അഴിച്ചു വിട്ടാൽ എല്ലാം ചത്തുപോകും, ഞാൻ വിഷം വയ്ക്കും. ഇയാളത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പേടിച്ച് ആരും ഒന്ന് കോഴിയെ അഴിച്ചു വിട്ടില്ല. ഇയാൾ വിഷം വയ്ക്കുകയും ചെയ്തു. പക്ഷേ ഒരു അബദ്ധം പറ്റിയത്, ആ മനുഷ്യൻ്റെ സ്വന്തം വീട്ടിൽ പറയാൻ മറന്നുപോയി കോഴിയെ അഴിച്ചു വിടരുത് എന്ന്. നാട്ടുകാരും കോഴിയെ അഴിച്ചു വിട്ടില്ല, സ്വന്തം വീട്ടുകാർ കോഴി അഴിച്ചു വിട്ടു. സ്വന്തം കോഴികളെല്ലാം അവസാനിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സൽപ്രവൃത്തി ചെയ്യണം, ഇല്ലെങ്കിൽ ഫലം അനുഭവിക്കും. നല്ല മനസ്സായിരിക്കണം. പ്രവൃത്തി മനസ്സിൽ നിന്നാണ് വരുന്നത്. പ്രവൃത്തി ചിന്തയിൽ നിന്നാണ് വരുന്നത്. ആക്ഷൻ ഈസ് എലോങ് വിത്ത് തോട്ട്. നമ്മൾ ചിന്തിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നല്ല ചിന്തയായിരിക്കണം, എങ്കിലേ നല്ല പ്രവൃത്തി വരത്തുള്ളൂ. ടാങ്കിലെ വെള്ളം തെളിഞ്ഞതാണെങ്കിലേ പൈപ്പിൽ കൂടി തെളിഞ്ഞ വെള്ളം വരത്തുള്ളൂ. കലക്കവെള്ളമാണെങ്കിൽ കലക്കവെള്ളമേ വരത്തുള്ളൂ. അപ്പം നന്നായാലേ മക്കൾ നന്നാവുകയുള്ളൂ. കുടുംബം നന്നായാലേ കുടുംബത്തിൽ നിന്ന് പോകുന്നവരും നന്നാവത്തുള്ളൂ, വരുന്നവരും നന്നാകത്തുള്ളൂ. ചില അമ്മായിയമ്മമാർ പറയാറുണ്ട്, ഇവൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും വലിയ ബഹളം. അല്ല, വന്നതിന് മുമ്പ് ഇതിൻ്റെ ഇരട്ടി ബഹളമായിരുന്നു. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ ക്ഷമിക്കണം. നിങ്ങളുടെ കുടുംബം നല്ലതാണെങ്കിൽ, വരുന്നവർ മോശമാണെങ്കിലും താമസിക്കാതെ നന്നാകും. നിങ്ങളുടെ കുടുംബം മോശമാണെങ്കിൽ, വരുന്നവർ നല്ലതാണെങ്കിലും താമസിക്കാതെ മോശമാകും. ഈ സത്യങ്ങളൊക്കെ ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവമക്കൾ ചിന്തിക്കാൻ അവകാശമുണ്ട്, ചിന്തിച്ചേ മതിയാകത്തുള്ളൂ. അച്ഛൻ ആ ഭാഗം വളരെ വേഗത്തിൽ വിടുകയാണ്. പ്രാർത്ഥിക്കുക, ചിന്തിക്കുക. എന്തൊക്കെ വർദ്ധിപ്പിക്കണം? വിശ്വാസം വർദ്ധിപ്പിക്കണം, സ്നേഹം വർദ്ധിപ്പിക്കണം, സൽപ്രവൃത്തി വർദ്ധിപ്പിക്കണം. 1 തെസ്സലോനിക്ക 4:10 സഹോദര പ്രീതി വർദ്ധിപ്പിക്കണം. ഇനി വിവരിക്കാൻ സമയമില്ല.
സഹോദരനെ സഹോദരനായി കാണാൻ സാധിക്കണം. പരസ്പരം പ്രീതി വർദ്ധിപ്പിക്കണം. അബ്രഹാമും ലോത്തും, പ്രിയപ്പെട്ടവരെ, അബ്രഹാം നമുക്കറിയാവുന്ന പോലെ ലോത്തിനെ വിളിച്ചു പറഞ്ഞത് എന്താണ്? സഹോദര, പ്രിയപ്പെട്ട ലോത്തെ, നാം സഹോദരന്മാരാണ്. നിൻ്റെ ഇടയന്മാരും എൻ്റെ ഇടയന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതെനിക്ക് വിഷമമാണ്. ആ അഭിപ്രായ വ്യത്യാസം സഹോദരന്മാരായ നമ്മുടെ സ്നേഹം നഷ്ടപ്പെടുത്തും. സഹോദരന്മാർ തമ്മിലുണ്ടാകുന്ന ബന്ധം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് എത്രയും വേഗത്തിൽ സഹോദര സ്നേഹം നിലനിർത്തേണ്ടതിന് നമുക്ക് പിരിയാം. നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കോളാം, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ടും പോയിക്കോളാം. ദേശമെല്ലാം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇതാണ് സ്നേഹം. ഇതാണ് യഥാർത്ഥത്തിൽ സഹോദര സ്നേഹമെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ ചിന്തിക്കണം. യഥാർത്ഥ സ്നേഹം ഇതാണ്. സഹോദരന്മാർ തമ്മിൽ ശടിക്കുന്നതല്ല സ്നേഹം. സഹോദരന്മാർ തമ്മിൽ ബഹളമുണ്ടാക്കുന്നതല്ല സ്നേഹം. സ്നേഹമെന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാണ്. സ്നേഹമെന്ന് പറയുന്നത്, സഹോദര സ്നേഹമെന്ന് പറയുന്നത് സഹോദരൻ ചെയ്ത തെറ്റ് ക്ഷമിക്കലാണ്. അവൻ്റെ വളർച്ചയിൽ സന്തോഷിക്കലാണ്. അവൻ്റെ ഉന്നതിയിൽ നാം ആനന്ദിക്കുകയാണ്. അതാണ് സ്നേഹം. അതാണ് സഹോദര സ്നേഹം. സഹോദരൻ വലുതാകണം, സഹോദരന് നന്മ വരണം, സഹോദരൻ ഉയരണം, സഹോദരൻ എല്ലാവിധത്തിലും ശ്രേഷ്ഠനാകണം. ഈ ഒരു കൃപയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. 1 വിശ്വാസം, 2 സ്നേഹം, 3 സൽപ്രവൃത്തി, 4 സഹോദര സ്നേഹം, 5 ദൈവവേല വർദ്ധിപ്പിക്കണം. ദൈവവേല ചെയ്യണം. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. പോകുവിൻ, ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെയാണ്. നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ലോകമെങ്ങും നിങ്ങൾ പോകണം. ലോകത്തിൻ്റെ അതിർത്തി പോകണം, വിട്ടുപോകണം. കൊയ്ത്ത് ധാരാളമുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. പണ്ടേ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളുണ്ട്. ആളുകൾ ഇല്ലാത്തതുകൊണ്ട് അതവിടെ കിടക്കുകയാണ്. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സത്യവചനമറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. വചനത്തിൻ്റെ മർമ്മം തിരിച്ചറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. വചനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. സത്യസുവിശേഷം മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ട്. വിറ്റും തിന്നും കുടിച്ചും നട്ടും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവരോടെല്ലാം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വേലകൾ ധാരാളമുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യവചനം അറിയിക്കേണ്ട ചുമതല നമുക്കുണ്ട്. സത്യവചനം ഘോഷിക്കേണ്ട ചുമതലയും നമുക്കുണ്ട്. നാം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ദൈവമാണ് കൂടുതൽ സന്തോഷിക്കുന്നത്. വേല ചെയ്യണം. രാവിലെയും വൈകുന്നേരവും കൈ ഇളതായിട്ടിരിക്കരുത്. നിങ്ങൾ ശൂന്യമായിട്ടിരിക്കരുത്. നിങ്ങൾ അലസന്മാരായിട്ടിരിക്കരുത്. ആയിരങ്ങൾ ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ, 10,000 ദൈവത്തിന് വിരുദ്ധമായി ജീവിക്കുമ്പോൾ, 10,000 പാപത്തിൻ്റെ അടിമത്തട്ടിൽ കിടക്കുമ്പോൾ നീ അലസ മനസ്സോടെ ഇരിക്കരുത്. കർത്താവിൻ്റെ വേല വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, എൻ്റെ ദൈവമേ, നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണം. നിൻ്റെ കരുണയുടെ ബഹുത്വം പ്രകാരം എൻ്റെ പാപങ്ങൾ നീയൊന്ന് മായ്ച്ചു തരണം. അന്യായത്തിലാണ് ഞാൻ ഉത്ഭവിച്ചത്, പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. ഞാൻ നിനക്ക് വിരോധമായിട്ട് പാപം ചെയ്തു. നിന്നോട് തന്നെയാണ് ഞാൻ പാപം ചെയ്തത്. മൊത്തത്തിൽ ഞാനൊരു പാപിയാണ്. നിൻ്റെ സോപ്പാ കൊണ്ട് എന്നെ ഒന്ന് തളിക്കണം. ഞാനൊന്ന് വെടുപ്പാകട്ടെ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാനൊന്ന് വെണ്മയാകട്ടെ. നിൻ്റെ ആനന്ദം എനിക്കിതാ, നിൻ്റെ സന്തോഷം എനിക്കിതാ. എൻ്റെ രക്ഷയുടെ ദൈവമേ, ഈ രക്തപാതകത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കണം. അവൻ്റെ ആഗ്രഹമാണ്. എന്തിനു വേണ്ടിയാണ്? അവൻ അവസാന ഭാഗത്ത് പറയുന്നത്, ഞാൻ നിൻ്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. കണ്ടോ, ഞാൻ നിൻ്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. അതാണ് വേല, അതാണ് സുവിശേഷം, അതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദിനെ പോലെ പാപബോധമുണ്ടായി കഴുകൽ പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞ്
അവൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കിയ ശേഷം ഇറങ്ങാം നമുക്ക് അതിക്രമക്കാരുടെ മുമ്പിലേക്ക്, ഭാവികളുടെ മുമ്പിലേക്ക്, യേശുവിനെ അറിയാത്തവരുടെ മുമ്പിലേക്ക് നമുക്കിറങ്ങിച്ചെല്ലാം. അവർ കർത്താവിനെ അറിയട്ടെ, അവർ യേശുവിലേക്ക് മടങ്ങി വരട്ടെ, അവർ ജീവിത വിശുദ്ധിയിലേക്ക് മടങ്ങി വരട്ടെ, അവരുടെ കുടുംബം അനുഗ്രഹമാകട്ടെ, അവരെല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിക്കുക. നിങ്ങൾ വർദ്ധിപ്പിച്ച് പെരുക്കുക, ഉയരുക, വളരുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.